നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. പാലാ നഗരസഭയിൽ ഭരണപക്ഷത്തെ പോര് മുറുകുന്നു. ബിനു പുളിക്കക്കണ്ടം യോഗത്തിനെത്തിയതിൽ പ്രതിഷേധം. യോഗം പിരിച്ചുവിട്ടു. പ്രതിപക്ഷം നോക്കുകുത്തിയെന്ന് സജി മഞ്ഞക്കടമ്പിൽ. എയർ ഇന്ത്യ വിമാനത്തിലെ അപകട ദൃശ്യം പകർത്തി ദേവിപ്രിയ. അപകടമുണ്ടായത് പൂനെയിൽ നിന്നും കൊച്ചിയിലേക്ക് വന്ന എയർ ഇന്ത്യ വിമാനത്തിൽ. മാറ്റത്തിന്റെ പാതയിൽ ബിരുദ കോഴ്സുമായി MG സർവകലാശാല. 2.5 വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തിയാക്കാം. മാറ്റത്തിലേക്ക് ചുവടുവെച്ച് വാഴൂർ SVR NSS കോളേജും. വാർത്തകൾ വിശദമായി. പാലാ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ നാടകീയ സംഭവങ്ങൾ. ബിനു പുളിക്കക്കണ്ടം പങ്കെടുക്കാൻ എത്തിയതിനെ തുടർന്ന് കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു. പാലാ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ നാടകീയ സംഭവങ്ങൾ. ബിനു പുളിക്കക്കണ്ടം പങ്കെടുത്തതിനെ തുടർന്ന് കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു. അംഗങ്ങൾ ബിനുവിന്റെ സാന്നിധ്യം ചോദ്യം ചെയ്തതോടെ യോഗം പിരിച്ചുവിടുന്നതായി ചെയർമാൻ അറിയിക്കുകയായിരുന്നു. കേസിൽ പ്രതിയായ ആൾ കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുവെന്ന് പറഞ്ഞാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചത്. FIR-ൽ പേര് ഉൾപ്പെട്ടയാൾ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഔചിത്യമല്ലെന്ന് പരാതിക്കാരൻ കൂടിയായ ജോസ് ചീരാങ്കുഴിയാണ് ചൂണ്ടിക്കാട്ടിയത്. തുടർന്ന് LDF-ലെ 15 കൌൺസിലർമാർ പുറത്തു പോകുകയായിരുന്നു. മഴക്കാല പൂർവ്വ ശുചീകരണം അടക്കമുള്ള വിഷയങ്ങളും അജണ്ടയിലുണ്ടായിരുന്നു. ബിനുവിനെ അനുകൂലിക്കുന്ന 2 വനിതാ കൌൺസിലർമാരും UDF കൌൺസിലർമാരും ഹാളിൽ തുടർന്നു. രണ്ടാമത്തെ കൌൺസിലിലും സമാന സംഭവമുണ്ടായി. യോഗം തുടങ്ങിയപ്പോൾ എഴുന്നേറ്റ ബിനു പുളിക്കക്കണ്ടം ചെയർമാനെതിരെയും കേസുള്ള കാര്യം ചൂണ്ടിക്കാട്ടി. നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസറെ മർദ്ദിച്ചെന്ന പരാതിയിൽ ഷാജു തുരത്തിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ ജില്ലാ കോടതിയിൽ നിന്നും ഈ കേസിൽ താൻ ജാമ്യമെടുത്തതായി ഷാജു തുരത്തൻ വ്യക്തമാക്കി. അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾ പരിഗണിക്കേണ്ട കൌൺസിൽ യോഗം ബഹിഷ്കരിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. ഇന്ന് കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തപ്പോൾ വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങൾ, നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ടതായിട്ടുള്ളതായിരുന്നു. അത് ചെയ്തിട്ടില്ല. ഓഡിറ്റ് സംബന്ധമായ വിഷയങ്ങൾ, അങ്ങനെ അടിയന്തര പ്രാധാന്യമായ നിരവധി വിഷയങ്ങളുള്ളപ്പോൾ തികച്ചും നിയമവിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി, രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ആരെ തൃപ്തിപ്പെടുത്താനാണോ ചില ആരോപണങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഉയർത്തിക്കൊണ്ടുവരുന്നത്, അതിൻ്റെ സാധൂകരണം, രാഷ്ട്രീയമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന സാധൂകരണമാണ് ഇന്ന് കൗൺസിൽ യോഗത്തിൽ നടന്നത്. കേസ് രാഷ്ട്രീയ പ്രേരിതമല്ല എന്നാണ് പരാതിക്കാരൻ പറയുന്നതെങ്കിലും നടക്കുന്ന സംഭവങ്ങൾ മറിച്ചാണ് സംഭവിക്കുന്നതെന്ന് ബിനു പറഞ്ഞു. സരിത കേസിൽ ആരോപണ വിധേയയായ ആൾ പാർലമെന്റിൽ ഇരിക്കുന്നുണ്ടെന്നും ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലാ. ഭരണപക്ഷത്തെ തമ്മിലടി മൂലം പാലാ മുനിസിപ്പാലിറ്റിയിലെ ഭരണം സ്തംഭിച്ചുവെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ. പ്രശ്നത്തിൽ ഇടപെടാതെ മാറിയിരിക്കുന്ന പ്രതിപക്ഷം ജനങ്ങൾക്ക് ബാധ്യതയാണെന്നും അദ്ദേഹം പറഞ്ഞു. പാലാ മുനിസിപ്പൽ ഭരണസമിതിയിലെ ഭരണപക്ഷത്തിന്റെ തമ്മിലടി മൂലം ഭരണസ്തംഭനമുണ്ടായിരിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ കുറ്റപ്പെടുത്തി. LDF-ലെ തമ്മിലടി അവസാനിപ്പിച്ച് പാലയിലെ മഴക്കാലപൂർവ്വ ശുചീകരണം, സ്കൂൾ തുറക്കുന്ന സാഹചര്യം, വ്യാപാര സ്ഥാപനങ്ങളിലെ മലിനജലം മീനച്ചിലാറ്റിലേക്ക് ഒഴുകുന്ന വിഷയം ഉൾപ്പെടെ അടിയന്തര ചർച്ച നടത്തേണ്ട സാഹചര്യത്തിൽ ഭരണപക്ഷം തമ്മിലടിച്ച് പാലയിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു. ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് നോക്കിയിരിക്കുന്ന പ്രതിപക്ഷം പാലാക്കാർക്ക് ബാധ്യതയാണെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. പാലാ മുനിസിപ്പൽ ഭരണസമിതിയിലെ തമ്മിലടി മൂലം പാലാ നഗരസഭയുടെ ഭരണം സ്തംഭിച്ചിരിക്കുകയാണ്. അടിയന്തരമായി ഈ LDF സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ഈ ഭരണസമരം അവസാനിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രതിപക്ഷം ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് അവർ നോക്കുകുത്തിയായിരിക്കുകയാണ്. അതുകൊണ്ട് പാലായിലെ നമുക്കറിയാം ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെ ഇന്ന് നമ്മുടെ സ്കൂളുകൾ തുറക്കുന്നു. എല്ലാം ഉപരി നമുക്കറിയാം പാലാ മീനച്ചിലാറ്റിലേക്ക് മലിനജലം ഒഴുകുന്ന സാഹചര്യങ്ങളൊക്കെ പാലായിലുള്ളത് ചർച്ച ചെയ്യാൻ പോലും ഈ മുനിസിപ്പൽ ഭരണസമിതിക്ക് സാധിക്കാത്തത് വെടിപ്പുകേടാണ്. അടിയന്തരമായി ഈ പാലാ മുനിസിപ്പൽ ഭരണസമിതിയുടെ അല്ലെങ്കിൽ ഈ നിഷ്ക്രിയത്വം അവസാനിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലാ. എഞ്ചിനിൽ തീ പടർന്ന എയർ ഇന്ത്യ വിമാനത്തിലെ ഭീതിത ദൃശ്യം ക്യാമറയിൽ പകർത്തി യുവ ഫോട്ടോ ജേർണലിസ്റ്റ്. കോട്ടയം തിരുനക്കര സ്വദേശി ജയകുമാറിന്റെ മകൾ MA ജേർണലിസം വിദ്യാർത്ഥിനിയായ ദേവിപ്രിയ G നായരാണ് ധൈര്യം കൈവിടാതെ അപകട ദൃശ്യം ക്യാമറയിൽ പകർത്തിയത്.
കഴിഞ്ഞ ശനിയാഴ്ച പൂനെയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനമാണ് എഞ്ചിന് തീപിടിച്ചത്. ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്ര തുടങ്ങിയ ഉടനെയാണ് എഞ്ചിന്റെ ഭാഗത്ത് തീ കണ്ടത്. ദേവിപ്രിയ ഇരുന്ന സീറ്റിൽ നിന്ന് അഗ്നിബാധ കൃത്യമായി കാണാമായിരുന്നു. ഉടൻ തന്നെ ഇത് മൊബൈലിൽ ചിത്രീകരിച്ചു. മറ്റു യാത്രക്കാരും ഇത് കണ്ടതോടെ വിമാനത്തിൽ കടുത്ത ആശങ്കയുടെ നിമിഷങ്ങളായി. ക്യാബിൻ ക്രൂ അംഗങ്ങൾ സമാധാനിപ്പിച്ചിട്ടും യാത്രക്കാരുടെ ഭീതി വിട്ടൊഴിഞ്ഞില്ല. വൈകാതെ വിമാനം ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പറക്കുകയാണെന്ന് അറിയിപ്പ് വന്നു. വൈകാതെ വിമാനത്താവളത്തിൽ എമർജൻസി ലാൻഡിംഗ് നടത്തി. ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ നിന്ന് എടുത്തതിന് ശേഷമാണ് ഏകദേശം ഒരു അരമണിക്കൂർ ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഫ്ലൈറ്റ് ഉയർന്നതിന് ശേഷം ഒരു ഭയങ്കര സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ടതിനോടൊപ്പം തന്നെ ഇത് എല്ലാവർക്കും അത് കേൾക്കാൻ പറ്റി പ്ലെയിനിൻ്റെ അകത്ത്. ഈ സൗണ്ടിനോടൊപ്പം തന്നെ എൻ്റെ മോൾ ഇരുന്ന ഭാഗത്ത് ഒരു വെട്ടം നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടി. അപ്പം ഞാൻ മോളോട് ചോദിച്ചു, എന്താ ആ വെട്ടം കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാണ് ആ വെളിച്ചം. മോളപ്പോൾ എത്തി നോക്കിയപ്പോഴാണ് അച്ഛാ ഫയർ എന്ന് പറഞ്ഞത്. അത് അവിടെ ഫയറാണെന്ന് പറഞ്ഞു. ഇത് പുറകിലിരുന്ന ആൾക്കാരെല്ലാം ശ്രദ്ധിച്ചു ഈ സംഭവം. അപ്പോൾ അതിലൊരു സ്ത്രീ എഴുന്നേറ്റ് ഫയർ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ പെട്ടെന്ന് ഒരു പരിഭ്രാന്തരായി. പക്ഷെ ക്രൂ എല്ലാം മെയിലായിട്ടുള്ള ഹോസ്റ്റസ് ആയിരുന്നു അപ്പം ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ഒരു മാറിയായിരുന്നു, എയർ ഹോസ്റ്റസ് മാറി പുതിയ എയർ ഹോസ്റ്റസാണ് വന്നത്. അപ്പോൾ അവർ മധ്യഭാഗത്തേക്ക് ഓടി വന്നു. അവർ പറഞ്ഞു പേടിക്കേണ്ട, എല്ലാം അണ്ടർ കൺട്രോളാണ്, ഞങ്ങൾ ക്യാപ്റ്റനെ ഇവരെ അറിയിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അനൗൺസ്മെന്റ് വന്നു, നമ്മൾ ഇത് സ്വാഭാവികമായിട്ട് ഉണ്ടാകാറുള്ളതാണ്, ആരും പാനിക്കാണ്ട, നമ്മൾ തിരിച്ച് ബാംഗ്ലൂർ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. ഏതായാലും ഒരു അടുത്ത 5 മിനിറ്റ് കൊണ്ട് തന്നെ പ്ലെയിൻ ക്രാഷ് ലാൻഡിംഗ് നടത്തി. എയർ ഇന്ത്യ വിമാനത്തിലെ യാത്രക്കാരായിരുന്നു കോട്ടയം തിരുനക്കരയിൽ ജയകുമാറും മക്കളായ ദേവിപ്രിയയും അനുജത്തി ലക്ഷ്മിപ്രിയയും. മഹാരാഷ്ട്രയിൽ MA ഫോട്ടോ ജേർണലിസം കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ദേവിപ്രിയ. സഹോദരി ലക്ഷ്മിപ്രിയയും പൂനെ കാണുന്നതിനായി ഒപ്പം ചേരുകയായിരുന്നു. പ്രമുഖ മാധ്യമ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ജയകുമാർ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഈ അധ്യയന വർഷം മുതൽ ഏറെ സവിശേഷതകൾ നിറഞ്ഞ ബിരുദ കോഴ്സുമായി മഹാത്മാഗാന്ധി സർവകലാശാല. ഇതിന്റെ ഭാഗമായി 2024-25 അധ്യയന വർഷത്തെ ബിരുദ പ്രവേശനത്തിന് വാഴൂർ SVR NSS കോളേജിൽ ഹെൽപ്പ് ഡെസ്ക് തയ്യാറായി. ഈ അധ്യയന വർഷം മുതൽ ഏറെ സവിശേഷതകൾ നിറഞ്ഞ ബിരുദ കോഴ്സാണ് MG സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ മാറ്റത്തിലേക്ക് ചുവടുവെക്കുകയാണ് വാഴൂർ SVR NSS കോളേജും. ഇതിന്റെ ഭാഗമായി ബിരുദ പ്രവേശനത്തിനായി ഹെൽപ്പ് ഡെസ്ക് കോളേജിൽ ആരംഭിച്ചു. മിടുക്കന്മാരായ വിദ്യാർത്ഥികൾക്ക് 2.5 വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തിയാക്കാം എന്നതാണ് ആദ്യ സവിശേഷത. ഡിഗ്രി വിത്ത് ഓണേഴ്സ് എടുക്കുന്നവർക്ക് 3.5 വർഷം കൊണ്ട് ഡിഗ്രിയും 1 വർഷം കൊണ്ട് PGയും കരസ്ഥമാക്കാൻ കഴിയുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ B ഗോപകുമാർ പറഞ്ഞു. MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ശ്രീ വിദ്യാധിരാജ NSS കോളേജിൽ 2024-25 വർഷത്തെ ഡിഗ്രി ഓണേഴ്സ് ബിരുദത്തിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. വളരെ സവിശേഷതകൾ നിറഞ്ഞ ഒരു ഡിഗ്രിയാണ് ഈ വർഷം MG യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത്. മിടുക്കന്മാർക്ക് 2.5 വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തിയാക്കാവുന്നതാണ്. അതുപോലെ തന്നെ 3.5 വർഷം കൊണ്ട് ഡിഗ്രി വിത്ത് ഓണേഴ്സ് കരസ്ഥമാക്കാം. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ അക്സെപ്റ്റൻസ് ഉള്ള ഡിഗ്രിയാണ് ഈ വർഷം MG യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത്. ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി വിത്ത് ഓണേഴ്സ് കഴിഞ്ഞ് 1 വർഷം കൊണ്ട് PG കരസ്ഥമാക്കാവുന്നതാണ്. അതുപോലെ ഡിഗ്രി വിത്ത് ഓണേഴ്സ് വിത്ത് റിസർച്ച് എടുക്കുന്ന കുട്ടികൾക്ക് നേരെ ഡയറക്റ്റ് PhDയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വളരെ സവിശേഷതകളുള്ള ഡിഗ്രിയാണ് ഈ വർഷം MG യൂണിവേഴ്സിറ്റിയിൽ നടത്താൻ പോകുന്നത്. അതുപോലെ അഡ്മിഷൻ പോർട്ടലും വളരെ വ്യത്യസ്തമാണ്. MG യൂണിവേഴ്സിറ്റിയുടെ പോർട്ടലായ ക്യാപ്പിൽ രജിസ്റ്റർ ചെയ്താണ് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കേണ്ടത്. മേജർ, സ്പെഷ്യലൈസേഷൻ, കോളേജ്, ഇങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് പോകുന്നത്. ഇതിനായി കോളേജിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് ഒരുക്കിയിട്ടുണ്ട്. വാഴൂർ കോളേജിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് MG യൂണിവേഴ്സിറ്റിയുടെ ക്യാപ്പ് എന്ന പോർട്ടലിൽ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് അഡ്മിഷൻ രജിസ്റ്റർ ചെയ്ത് ലഭിക്കും. വിവരങ്ങൾ 8281616377 9447777893 എന്ന നമ്പറിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പെൻഷനും ആനുകൂല്യങ്ങളും നൽകണമെന്നാവശ്യപ്പെട്ട് കോട്ടയം ജില്ലാ നിർമ്മാണ തൊഴിലാളി സംഘം BMSന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് കൂട്ടധർണ സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ സമരത്തിൽ പങ്കെടുത്തു.
പെൻഷനും കുടിശ്ശികകളും അടിയന്തരമായി നൽകണമെന്നാവശ്യപ്പെട്ട് കോട്ടയം ജില്ലാ നിർമ്മാണ തൊഴിലാളി സംഘം BMSന്റെ നേതൃത്വത്തിൽ കോട്ടയത്തെ കളക്ടറേറ്റിന് മുമ്പിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. കഴിഞ്ഞ ഒരു വർഷമായി തൊഴിലാളികളുടെ പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങിയിരിക്കുകയാണെന്ന് ഇവർ ആരോപിച്ചു. BMS ദേശീയ സമിതി അംഗം KK വിജയകുമാർ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മാണ തൊഴിലാളി സംഘം BMS ജില്ലാ പ്രസിഡന്റ് MP കൊച്ചുമോൻ അധ്യക്ഷത വഹിച്ചു. നിർമ്മാണ ജില്ലാ ജനറൽ സെക്രട്ടറി KR രതീഷ് മുക്കൂട്ടുതറ, വിനയകുമാർ, BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി രതീഷ് ചന്ദ്രൻ, യൂണിയൻ ഭാരവാഹികളായ PS സോമൻ, സോമൻ കറുകച്ചാൽ, സുരേഷ് ചങ്ങനാശ്ശേരി, സൂരജ് V നാരായണൻ, ജിനു വാഴൂർ, സജികുമാർ വാഴൂർ തുടങ്ങിയവർ സംസാരിച്ചു. ജോഡി ചിത്ത തൊഴിലാളി ക്ഷേമനിധിയുണ്ട്, മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയുണ്ട്, അങ്ങനെ ഒരുപാട് അതുപോലെ നിരവധി ക്ഷേമനിധിയുണ്ട്. ഈ ക്ഷേമനിധികളിൽ ഒന്നും നിന്നും പെൻഷൻ ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. മറ്റൊരു കാര്യം കൂടി പറയാം, സർക്കാർ ക്ഷേമനിധിയെ സംബന്ധിച്ച് അനർഹർ ക്ഷേമനിധിയിൽ അംഗങ്ങളാകുന്നു. അനർഹരായ ആളുകൾ ക്ഷേമനിധിയിൽ ആനുകൂല്യം വാങ്ങുന്നു, പെൻഷൻ വാങ്ങുന്നു, 2 പെൻഷൻ വാങ്ങുന്നു, അഥവാ ഒന്നിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്നു. അത് ഒക്കെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ പെൻഷൻ വാങ്ങുന്നത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ വലിയ കണക്കെടുപ്പ് നടത്തിയിരുന്നു. അപ്പോൾ ഇക്കാര്യത്തെ സംബന്ധിച്ച് BMS ഈ പ്രശ്നം സർക്കാരിൻ്റെ മുമ്പിൽ ഉന്നയിച്ചു. സർക്കാരിൻ്റെ നിലപാടുകൾ ശരിയല്ല. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആഭിമുഖ്യത്തിൽ പാമ്പാടി പൂതകുഴിയിൽ നടന്ന ദ്വിദിന ഭഗവത്ഗീത ക്ലാസ് വേറിട്ട അനുഭവമായി. ആർട്ട് ഓഫ് ലിവിംഗ് അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ കണ്ണൂർ ക്ലാസ് നയിച്ചു. ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആഭിമുഖ്യത്തിൽ പൂതകുഴി NSS കരയോഗം ഹാളിൽ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വൈകിട്ട് 6-ന് നടന്ന ഭഗവത്ഗീത ക്ലാസ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ആർട്ട് ഓഫ് ലിവിംഗ് അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ കണ്ണൂരാണ് ക്ലാസ് നയിച്ചത്. വ്യക്തിജീവിതവുമായി ഭഗവത്ഗീതയെ ബന്ധപ്പെടുത്തി അദ്ദേഹം നടത്തിയ പ്രഭാഷണം ശ്രവ്യാനുഭവമായി. അത് ഭഗവാൻ 2-ാം അധ്യായത്തിൽ പറയാണ്, ആ തത്വമാണ്, അല്ലാണ്ട് അതാണെന്ന് പറയുന്നില്ല, ആ തത്വമാണ് നീ. എന്ത് രസമായിട്ടാണ് ആ താതാത്മ്യം നോക്കിയത്. അതിനെ നീ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞോളൂ. ഇൻട്രസ്റ്റിംഗ് റൈറ്റ്? അല്ലാതെ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞില്ല. പല സ്റ്റേജസ് ആയിട്ട് ശിഷ്യന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും ബിഗിനിങ്ങിൽ പറയുന്ന അതാണ് നീ. ഇനി അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞോളൂ. സോ അതിനെ അറിയൂ. അതാണ് ഈ 2-ാം അധ്യായത്തിൽ. ഇനി ആ ഒന്നിനെ, ഇപ്പൊ നിങ്ങൾ പലരും പറഞ്ഞു ഒന്നിനെയും ഡിനേ ചെയ്യുന്നില്ല കേട്ടാ, എന്തോ ആവട്ടെ, ആ ഒന്നിനെ ഒരിക്കലും മഴയിൽ വെള്ളത്തിലോ ഒഴുകിക്കളയാനോ കാറ്റത്ത് പറത്തി പോവാനോ അഗ്നിയിൽ ദഹിച്ചു പോവാനോ ഒന്നും സാധിക്കില്ല. ബിക്കോസ് ഇറ്റ്സ് സട്ടിലർ ദാൻ ദ സട്ടിലസ്റ്റ്. സമാപന ദിവസമായ ബുധനാഴ്ച ആചാര്യനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് ഉപഹാരവും സമർപ്പിച്ചു. ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 21, 22, 23 തീയതികളിൽ ഹാപ്പിനെസ് പ്രോഗ്രാം നടത്താനും നിശ്ചയിച്ചിട്ടുണ്ട്. ഡോക്ടർ ശശീന്ദ്രൻ നായർ, ദിലീപ് കുമാർ, യാമിനി ശശീന്ദ്രൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെൻഷനേഴ്സ് അസോസിയേഷൻ കേരളയുടെ 23-ാം സംസ്ഥാന സമ്മേളനം ഈ മാസം 25-ന് കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 9:45-ന് സംസ്ഥാന പ്രസിഡന്റ് K. രാജീവ് പതാക ഉയർത്തും. SBI ജനറൽ മാനേജർ ശിവദാസ് തലച്ചിൽ, ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി രാജേഷ് S, യൂണിയൻ ജനറൽ സെക്രട്ടറി S. അഖിൽ, പെൻഷനേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി A. ജയകുമാർ എന്നിവർ പങ്കെടുക്കും. സമ്മേളനത്തിൽ 14 ജില്ലകളിൽ നിന്നായി 16,000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ 100 വയസ്സ് കഴിഞ്ഞിട്ടും കാർ ഡ്രൈവ് ചെയ്യുന്ന മുൻ ബാങ്ക് ഉദ്യോഗസ്ഥൻ CI ഫിലിപ്പിനെയും IAS ലഭിച്ച വിനീത ലോഹിതാക്ഷിനെയും ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ K. രാജീവൻ, A. ജയകുമാർ, ജോസഫ് പാലക്കൽ, ഹെൻറി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വരുന്ന മെയ് 25-ാം തീയതി ഞങ്ങളുടെ 23-ാം വാർഷിക സമ്മേളനം നടക്കുക. എല്ലാ വർഷവും നമ്മുടെ ആനുവൽ കോൺഫറൻസ് നടക്കാറുണ്ട്. പക്ഷേ വർഷത്തിൽ 3 വർഷം കൂടുമ്പോൾ ഒരിക്കലാണ് ഞങ്ങൾ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത്. അത് അടുത്ത വർഷമാണ് 2025 പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ട് ഈ വർഷം പ്രധാനമായിട്ടും ഞങ്ങൾ ഞങ്ങളുടെ ആനുവൽ വാർഷിക സമ്മേളനത്തിൽ ഞങ്ങളുടേതായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അതോടൊപ്പം തന്നെ കാലിക പ്രാധാന്യമുള്ള പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അതാത് അധികാരികളുടെ സർക്കാർ അടക്കമുള്ള അധികാരികളുടെ സമർപ്പിക്കുന്നു. ഇതാണ് പ്രധാനം.
വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കിടങ്ങൂർ സ്വദേശിനിയായ യുവതിയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂവാറ്റുപുഴ പുന്നക്കൽ പാപ്പാലിൽ ഷാൻ വർഗീസിനെയാണ് കിടങ്ങൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹംഗറിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റായി ജോലി വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം നൽകി യുവതിയിൽ നിന്നും പലപ്പോഴായി 15 ലക്ഷത്തിൽ അധികം രൂപ ഇയാൾ കൈപ്പറ്റി എന്നതാണ് കേസ്. ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗം ഡോക്ടർ കെ.എം. ദിലീപ് കോട്ടയം കളക്ടറേറ്റ് ഹാളിൽ ഹിയറിംഗ് നടത്തി. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ നടന്ന അദാലത്തിൽ നിരവധി പരാതികൾക്ക് തീർപ്പായി. മണിമലയാറിന് കുറുകെ ചെറുവള്ളിയിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ പണികൾ എങ്ങുമെത്തിയില്ല. ആറ്റിൽ ഒഴുക്ക് ശക്തമായതോടെ പാലം നിർമ്മിക്കുന്നിടത്തെ ആറിന്റെ തിട്ട വൻതോതിൽ ആറ്റിലേക്ക് ഇടിഞ്ഞു താഴ്ന്നു. മണ്ണിടിച്ചിൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയ്ക്ക് അപകട ഭീഷണിയാകുന്നുണ്ട്. 2021 പ്രളയത്തിലാണ് ചെറുവള്ളി പാലം ഒലിച്ചുപോയത്. പാലം നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചിട്ട് ഏറെ നാളായെങ്കിലും 2024 മാർച്ച് മാസത്തോടെയാണ് നിർമ്മാണം തുടങ്ങിയത്. നിലവിൽ ആറിന്റെ മധ്യത്തിൽ 2 തൂണുകളുടെ പണി മാത്രമാണ് നടക്കുന്നത്. മഴ ശക്തമായതോടെ ആറ്റിലെ ജലനിരപ്പും ഉയർന്നു. കഴിഞ്ഞ ദിവസം നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് ആറിന്റെ തിട്ട അപകടകരമാം വിധം ഇടിഞ്ഞുമാറി. കൂടുതൽ മണ്ണിടിച്ചിലുണ്ടായാൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയും അപകടത്തിലാകും. പാലം പണി നടക്കുന്നതിനിടെ ആറിന്റെ തീരത്ത് വിള്ളലുണ്ടായപ്പോൾ തന്നെ അപകടം നാട്ടുകാർ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചിരുന്നു. എന്നാൽ പണികൾ ഏറ്റെടുത്ത കോൺട്രാക്ട് കമ്പനി വിള്ളലിൽ സിമന്റ് മിശ്രിതം ഒഴിച്ച് താൽക്കാലിക പരിഹാരം കാണുകയാണുണ്ടായതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. 2 മാസം മുമ്പ് തന്നെ ഈ സൈഡ് ഇടിയാൻ തുടങ്ങിയതാ. അന്നേരം ഈ കോൺക്രീറ്റ് ചെയ്ത പണിക്കാര് കോൺട്രാക്ടർ സിമന്റ് കലക്കി ഒഴിച്ച് സിമന്റ് ഇത്രയും താഴ്ചയിൽ വിള്ളൽ കിടക്കുന്നവർ സിമന്റ് കലക്കി ഒഴിച്ചു. ഒരു ദിവസം ഒഴിച്ചു, 2 ദിവസം കഴിഞ്ഞ് പിന്നെ ഒഴിച്ചു. ഈ അടുത്ത ആളിൽ ഒരു മുറിപ്പെടുതാ കൊണ്ട് മൂടി. അതേസമയം ഇത് 2 മാസം മുമ്പ് തന്നെ ഇതാദ്യം വാർക്കുമായിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ഇത് പബ്ലിക്കിന് നാട്ടുകാർക്ക് അറിയാം. അപ്പം എഞ്ചിനീയർമാർക്കും കോൺട്രാക്ടർമാർക്കും അത് ഇടിയല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് 2 മാസം മുമ്പ് ഈ സ്റ്റെപ്പ് എടുത്താൽ മതിയായിരുന്നു. അതിന്റെ സാങ്ഷനായിട്ടൊക്കെ കുറെ ആളായിരുന്നു. 2 വർഷമൊക്കെ ആയി. അത് പണി തുടങ്ങിയത് വളരെ താമസിച്ച. കുറെ കൂടെ നേരത്തെ തുടങ്ങിയായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരികയില്ലായിരുന്നു. അതുപോലെ ഇവിടെ ഈ ബലക്ഷയം കണ്ടപ്പോൾ എന്തെങ്കിലും പ്രിക്കോഷൻ ചെയ്തായിരുന്നെങ്കിലും കുഴപ്പമില്ല. ടെമ്പററി ആയിട്ട് കുറെ സിമെന്റ് കലക്കി ഒരു ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കുന്ന രീതിയെ ചെയ്തു. അതാ ഇത്രയും പറ്റിയത്. പ്രദേശത്ത് കൂടുതൽ തിട്ടയിടിയാൻ സാധ്യതയുള്ളതിനാൽ എത്രയും വേഗം പരിഹാരം കാണണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ചിറക്കടവ് മണിമല ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് ചെറുവള്ളി പാലം. കൂടാതെ പഴയിടം പാലത്തിൽ വെള്ളം കയറിയാൽ അക്കരെയുള്ളവർക്ക് ഇക്കരെ എത്തുന്നതിനുള്ള എളുപ്പവഴി കൂടിയാണിത്. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. അറിയിപ്പ്. കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിൽ മഹാത്മാഗാന്ധി സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള 11 അപ്ലൈഡ് സയൻസ് കോളേജുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തിൽ ഡിഗ്രി ഓണേഴ്സ് പ്രോഗ്രാമുകളിൽ കോളേജുകൾക്ക് നേരിട്ട് അഡ്മിഷൻ നടത്താവുന്ന 50% സീറ്റുകളിൽ ഓൺലൈൻ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ www.ihrdadmissions.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി സമർപ്പിക്കണം. SBI കളക്ട് മുഖേന ഫീസ് ഒടുക്കിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വിവരങ്ങൾക്ക് ഫോൺ 048282064880. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിലുള്ള പരിശീലന കേന്ദ്രത്തിൽ ജൂലൈ 1 ആരംഭിക്കുന്ന സൗജന്യ PSC പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള 18 വയസ്സ് തികഞ്ഞവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ജൂൺ 20. ഫോൺ 9048345123. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണിമലയാറ്റിലെ ചെറുവള്ളി പാലത്തിന്റെ പണികൾ ഇഴയുന്നു. ഒഴുക്ക് ശക്തമായതോടെ ആറിന്റെ തിട്ട ഇടിഞ്ഞു താഴ്ന്നു. സംസ്ഥാന പാതയ്ക്കും ഭീഷണി. ചെറുകിട വെൽഡിംഗ് വ്യവസായ മേഖലയെ സംരക്ഷിക്കണമെന്ന് ആവശ്യം. വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഉടമകൾ കോട്ടയം കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്തി. മാറ്റത്തിന്റെ പാതയിൽ ബിരുദ കോഴ്സുമായി MG സർവകലാശാല. 2.5 വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തിയാക്കാം. മാറ്റത്തിലേക്ക് ചുവടുവെച്ച് വാഴൂർ SVR NSS കോളേജും. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.